മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതിൽ പരിശുദ്ധാത്മാവ് മൂന്നാം നാൾ എന്നുള്ളത് ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ 3 ദിവസം മുമ്പ് കർത്താവ് എവിടെയായിരുന്നു, അന്ന് എന്താണ് സംസാരിച്ചത്. അന്ന് നഥനയേലിനോട് പറയുന്നുണ്ട്, എന്താണ്, നഥനയേലേ, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നീ വിശ്വസിച്ചത്? നീ ഇതിനേക്കാൾ വലിയത് കാണും. അപ്പോൾ അത്തിയുടെ കീഴിൽ ഒരു മനുഷ്യനിരിക്കുന്നു, ആ മനുഷ്യന് അവിടെ വെച്ചൊരു ചെറിയ വെളിച്ചം കിട്ടുന്നു. അത്തിയൊക്കെ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നൊരു മനുഷ്യൻ. പ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നൊരു മനുഷ്യൻ ആ വചനം ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഒരു വചന വെളിപ്പാട് കിട്ടുന്നു. ആ വെളിപ്പാട് കൊടുത്തവൻ നേരിട്ട് കണ്ടപ്പോൾ പറയുകയാണ്, നിനക്ക് ഇന്ന പോലൊരു സംഭവം ഉണ്ടായില്ലേ, നീ ഇതിനേക്കാൾ വലിയത് കാണും. നീ അക്ഷരത്തിൽ ഒരു സ്വാതന്ത്ര്യം നീ അനുഭവിച്ചില്ലേ, ആത്മാവിൽ ചെറിയൊരു ചലനം നീ കണ്ടില്ലേ, അത് ഞാൻ ഫിസിക്കൽ ലെവലിൽ, ഭൗതിക മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. മൂന്നാം നാൾ വെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളത് കൊണ്ട് പോയടത്തെല്ലാം കല്യാണ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ഇന്നും ഇങ്ങനൊരു അത്ഭുതം നടക്കാറില്ല. കാരണം അതൊരു നിഴലായിരുന്നു, അതൊരു അടയാളമായിരുന്നു. അതെന്താണെന്ന് ആ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. കണ്ടോ, ആ 3 എന്നുള്ളത് വീണ്ടും വന്നുകൊണ്ടോ, 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. യേശുവോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത്, അവൻ ഇത് പറഞ്ഞു എന്ന്. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പം 3-ാം നാൾ എന്നുള്ളതിന് വീണ്ടും നമുക്ക് അർത്ഥം കിട്ടുകയാണ്. 3-ാം നാൾ എന്ന് പരിശുദ്ധാത്മാവ് തുടങ്ങിയത്, വെള്ളത്തെ വീഞ്ഞാക്കിയത്, 3 ദിവസത്തിനകം ഞാൻ പണിയുമെന്ന് പറഞ്ഞത്, എല്ലാം ഉയർപ്പിനെ കാണിക്കുന്നു. യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ അകത്തെ വെള്ളം വീഞ്ഞായി. അതെന്താണ്? തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും എന്നുള്ള 2 കാര്യങ്ങൾ വെളിപ്പെട്ടു. തിരുവെഴുത്ത് നമ്മുടെ കയ്യിലുണ്ട്, ബൈബിള് നമ്മുടെ കയ്യിലുണ്ട്. ആ എഴുതപ്പെട്ട വചനവും പറയപ്പെട്ട വചനവുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന് പച്ചവെള്ളം പോലെയാണെങ്കിൽ മറ്റത് വീഞ്ഞു പോലെയാണ്. ഇതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അത് എന്നേക്കുമായിട്ട് യേശു കർത്താവ് ചെയ്തു. അപ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ, സന്തോഷമില്ലായ്മകളിൽ, ഞെരുക്കങ്ങളിൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരെ, കടബാധിതയിൽ നിൽക്കുന്നവരെ, കുടുംബജീവിതം തകർന്നവരെ, രോഗബാധിതരെ, പിന്നോക്കാവസ്ഥയിലായിരിക്കുന്നവരെ, പിന്മാറ്റത്തിലായിരിക്കുന്നവരെ, നിങ്ങൾക്ക് മുന്നേറുവാൻ അരുളപ്പാടിലുള്ള വചനം എഴുതപ്പെട്ട വചനത്തിൽ മറച്ചു വച്ചിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരും. അതിന് പുനരുത്ഥാന ശക്തി വേണം. അത് ഇപ്പോൾ നമുക്ക് കൃപയാൽ ലഭ്യമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ അതേ ജീവൻ നമുക്ക് കിട്ടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അകത്തുനിന്ന് പണ്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നൊരു ശബ്ദമാണ് കേട്ടിരുന്നെങ്കിൽ, ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, എല്ലായിടത്തും നമ്മളെ ഒരു കോംപ്ലക്സിലിടുന്ന കാര്യങ്ങളാണ് കേട്ടിരുന്നെങ്കിൽ, ഇന്ന് നമ്മളെ ഉയർത്തുന്ന കാര്യങ്ങൾ വരികയാണ്. അതെവിടെ നിന്ന് വരുന്നു? അത് യേശുവിൽ നിന്ന് വരുന്നു. അപ്പോൾ സാധാരണ മനുഷ്യരിൽ എന്താ ഉള്ളത്? 2-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ, 23, 24, 25. പെസഹാ പെരുന്നാളിൽ യെരുശലേമിലിരിക്കുമ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണ്? വെള്ളമാണ്, മരണമാണ്, നിരാശകളാണ്, നെഗറ്റീവാണ്, മനസ്സിലാകാത്തതാണ്. എന്നാൽ ദൈവത്തിലുള്ളത്, യേശുവിലുള്ളത് വീഞ്ഞാണ്, സന്തോഷമാണ്, ധൈര്യമാണ്, ഉന്മേഷമാണ്, പുനരുത്ഥാന ശക്തിയാണ്.
യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ വഞ്ചിയിൽ പോവുകയാണ്. അപ്പോൾ യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. കുറേ ചെറിയ പടകുകളും കൂടെ ഉണ്ടായിരുന്നു. വഞ്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുഴലിക്കാറ്റുണ്ടായി. വഞ്ചിയിൽ വെള്ളം കയറുമാറായി. ശിഷ്യന്മാർ നിലവിളിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് ആദ്യമേ പറഞ്ഞു, കുറേ ചെറിയ പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പ്രശ്നമില്ല. കാരണം അമരത്ത് അവർ തന്നെ കയറിയിരുന്ന് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം മഴയില്ലാതെ നോക്കിയും കാറ്റില്ലാതെ നോക്കിയൊന്നും വഞ്ചി ഓടിക്കാൻ പറ്റുക, വഞ്ചി ഓടിക്കാമെന്ന് വിചാരിച്ച് നടക്കുകയില്ല. വഞ്ചി ഓടേണ്ട സമയത്ത് ഓടും. കാറ്റ് വന്നാൽ മഴ വന്നാൽ അതിനെ നേരിടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അവരമരത്ത് കയറിയിരുന്ന് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. യേശു ഉള്ള പടകിൽ യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുന്നത് കൊണ്ട് ശിഷ്യന്മാർക്ക് വഞ്ചിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. എല്ലാവരും ചെയ്യുന്ന കണക്കൊരു വിശ്വാസിക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ബിസിനസ് ചെയ്യുന്നു. ദൈവഹിതമല്ലാതെ ഒരുത്തൻ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഓൺലൈൻ കളികൾ കളിക്കുന്നു. ഒരു വിശ്വാസിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം അമരത്ത് തലയണ വെച്ച് ഒരുത്തന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും വിദേശത്ത് പോകുന്ന കണക്ക്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണക്ക്, എല്ലാവരും സ്ഥലം മേടിക്കുന്ന കണക്ക്, എല്ലാവരും കല്യാണം കഴിക്കുന്ന കണക്ക്, എല്ലാവരും കച്ചവടം നടത്തുന്ന കണക്ക്, എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്ന കണക്ക് ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പറ്റുകയില്ല. കാരണം അമരത്ത് തലയണ വെച്ച് അവൻ്റെ നാഥൻ ഉടയവൻ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ട്. അടിച്ചാലും തിരിച്ചടിക്കാൻ പറ്റത്തില്ല, ഉപദ്രവിച്ചാലും ഓടിക്കളയുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം ചീത്ത പറഞ്ഞാലും തിരിച്ചു പറയാൻ പറ്റുകയില്ല. കാരണം അമരത്ത് യേശു കർത്താവ് തലയണ വെച്ചിറങ്ങുകയാണ്. അത് പേടിച്ചിട്ടല്ല, മണ്ടന്മാരായിട്ടുമല്ല. കാര്യം ഇതാണ്, ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ എന്ത് ചെയ്തു വരും? ഇവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. അവർ നിലവിളിച്ചു. യേശു കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ? ഇപ്പോഴും നമ്മൾ ഇത് തന്നെയല്ലേ ചോദിക്കുന്നത്? കർത്താവേ, ഈ നിയമങ്ങളൊക്കെ ഓരോന്ന് വരുന്നു, അധികാരങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പിടിച്ച് ജയിലിടുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്കൊരു വിചാരമില്ലേ? കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. അതിനേക്കാളും വലിയ രസമാണ് അടുത്തത്. എന്നിട്ടൊരു ചോദ്യം, ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എടാ, നിന്നെയൊക്കെ വിശ്വസിച്ചില്ലടാ ഞാൻ കിടന്നുറങ്ങിയത്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? കണ്ടോ, വെള്ളവും വീഞ്ഞുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? അപ്പോൾ കർത്താവിലേക്ക് വന്നവൻ, വിശ്വാസത്തിലേക്ക് വന്നവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാത്തിരിക്കണം, ചോദിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തണം. പരിശുദ്ധാത്മാവിനെ ധാരാളമായി തരും. അവിടെ കൊണ്ട് ലൈഫ് മാറുകയാണ്. ഏതൊക്കെ വിഷയത്തിലാണോ പണ്ട് നിലവിളിച്ചിരുന്നത്, ഏതൊക്കെ വിഷയത്തിലാണോ മുമ്പ് കോംപ്രമൈസ് ചെയ്തിരുന്നത്, ആരുടെയൊക്കെ മുമ്പിലാണോ മുമ്പ് തലകുനിച്ച് നിന്നിരുന്നത്, അവിടെയെല്ലാം സ്ഥിതിക്ക് ഭേദം വരുത്തുകയാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ആ മാറ്റുന്ന രീതി ഇതാണ്. നമ്മുടെ അകത്തുനിന്ന് നമ്മളല്ല, പിശാചല്ല, വേറൊരു ശബ്ദം, നമ്മുടെ ഉടയവൻ്റെ ശബ്ദം. ആ ശബ്ദം നമുക്ക് ധൈര്യം നൽകുന്നു. ആ ശബ്ദം നമുക്ക് വേണ്ട സന്തോഷം തരുന്നു. ആ ശബ്ദം നമുക്ക് വഴി കാണിക്കുന്നു. ആ ശബ്ദം നമ്മുടെ വൈരികളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു. അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. അത് മരുഭൂമിയെ നടുക്കുന്നു. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ശബ്ദം, സർവശക്തൻ്റെ ശബ്ദം, സ്നേഹിതൻ്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. ലൈഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. വെള്ളം വീഞ്ഞാകട്ടെ. കർത്താവ് സന്തോഷം തരട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.